കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് കൊള്ളാലോ. കെ.എസ്.ആർ.ടി.സിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് വന്നാലോ? വരൂ. 88 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1938 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരത്തിരുനാൾ മഹാരാജാവ് ലണ്ടനിലെ പൊതുഗതാഗത സംവിധാനത്തിൽ ആകൃഷ്ടനായിരുന്നു. തിരുവിതാംകൂറിൽ അക്കാലത്ത് സ്വകാര്യ ബസ്സുകളുടെ ചൂഷണം വളരെ കൂടുതലായിരുന്നു. ഇതിന് പരിഹാരമായി സർക്കാർ തന്നെ ന്യായമായ നിരക്കിൽ പൊതുഗതാഗതം തുടങ്ങണമെന്ന് മഹാരാജാവ് തന്നെ തീരുമാനിച്ചു. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് E.G. സാൾട്ടർ എന്ന ലണ്ടൻ പാസഞ്ചർ ബോർഡിലെ വിദഗ്ധനായിരുന്നു. സാൾട്ടറിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും എഞ്ചിൻ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്തു. ബോഡി നിർമ്മിച്ചത് തിരുവിതാംകൂറിൽ തന്നെയായിരുന്നു. 1938 ഫെബ്രുവരി 20-നായിരുന്നു ഉദ്ഘാടനം. ഉദ്ഘാടന വേളയിൽ മഹാരാജാവിനെ വഹിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കവടിയാർ സ്ക്വയറിലേക്ക് ആദ്യ ബസ് സർവീസ് സാൾട്ടർ നേരിട്ട് ഓടിച്ചു. തൊട്ടടുത്ത ദിവസം 1938 ഫെബ്രുവരി 21 ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ ബസ് സർവീസ് ആരംഭിച്ചു. 3 റൂട്ടുകളിലായി 34 ബസ്സുകളാണ് സർവീസ് ആരംഭിച്ചത്. തിരുവനന്തപുരം ടു നാഗർകോവിൽ, നാഗർകോവിൽ ടു കന്യാകുമാരി, നാഗർകോവിൽ ടു കുളച്ചൽ എന്നിവയായിരുന്നു റൂട്ടുകൾ. ഏറ്റവും കുറഞ്ഞ ബസ് ചാർജ് അരച്ചക്രമായിരുന്നു. 1950 റോഡ് ട്രാൻസ്പോർട്ട് ആക്ട് നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളിൽ റോഡ് ഗതാഗത സംവിധാനങ്ങൾ കോർപ്പറേഷൻ കീഴിലേക്ക് മാറ്റി. 1965 മാർച്ച് 15-നാണ് കെ.എസ്.ആർ.ടി.സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. പഴയ കാലങ്ങളിൽ കെ.എസ്.ആർ.ടി.സി സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് നീല നിറം നൽകാനൊരു കാരണമുണ്ട്. രാത്രികാല സർവീസുകളിൽ എതിർദിശയിൽ നിന്നും വരുന്ന മറ്റ് വാഹനങ്ങൾക്ക് ദൂരെ നിന്നും തന്നെ തിരിച്ചറിയാനും അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിറം തിരഞ്ഞെടുത്തത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലേക്കും കെ.എസ്.ആർ.ടി.സി സർവീസ് നടത്തുന്നു. ഏത് പണിമുടക്കിനിടയിലും യാത്രക്കാരുടെ രക്ഷകൻ കെ.എസ്.ആർ.ടി.സി തന്നെ. കെ.എസ്.ആർ.ടി.സിയുടെ വിവിധതരം ബസ് സർവീസുകൾ ഇവയാണ്. ഓർഡിനറി, ചെറിയ ദൂരങ്ങളിൽ ഓടുന്ന സാധാരണ ബസ്സുകൾ. ഫാസ്റ്റ് പാസഞ്ചർ, ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ബസ്സുകൾ. സ്റ്റോപ്പ് കുറവായിരിക്കും. സൂപ്പർ ഫാസ്റ്റ്, വളരെ കൂടിയ ദൂരത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണവ. പ്രധാന പട്ടണങ്ങളിൽ മാത്രം നിർത്തുന്നു. സൂപ്പർ എക്സ്പ്രസ്, പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ബസ്സുകളാണവ. മിന്നൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന അതിവേഗ ലിമിറ്റഡ് സ്റ്റോപ്പ് ഇന്റർസിറ്റി ബസ്സുകളാണവ. കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ്, ദീർഘദൂര പ്രീമിയം ആഡംബര ബസ്സുകൾ. ആനവണ്ടി എന്നാണ് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ അന്നും ഇന്നും അറിയപ്പെടുന്നത്. പ്രൈവറ്റ് ബസ്സുകളില്ലാത്ത പല റൂട്ടുകളിലും കെ.എസ്.ആർ.ടി.സി സർവീസ് നടത്തുന്നുണ്ട്.